ജൂലൈ 7 കഴിഞ്ഞ ജൂലൈ 5 മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് 31 വർഷം തികഞ്ഞിരിക്കുകയാണ്. മലയാളത്തിലെ എക്കാലത്തെയും പകരം വയ്ക്കാനില്ലാത്ത എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. 1908 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങോട്ട് മലയാള സാഹിത്യത്തിൽ ബഷീറിനിസം എന്നൊരു സാഹിത്യ ശാഖ തന്നെ ഉടലെടുത്തത് ബഷീറിൻ്റെ സ്വന്തം രചനകളിലൂടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരങ്ങളായിട്ടുള്ള രചനകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ വിടർന്നപ്പോൾ മലയാള സാഹിത്യത്തിന് അത് പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ ലോകമായി മാറപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ പ്രേമലേഖനത്തിലൂടെ മലയാളികൾ ആസ്വദിച്ചത് പുതിയൊരു അവതരണ രീതിയും ആവിഷ്കാര ശൈലിയും ആസ്വാദന രംഗവും തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നാടകമായിട്ടുള്ള കഥാബീജം മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലൂടെ മലയാളികൾ ഒരുപാട് ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്മിണി വലിയ ഒന്നിലൂടെയും അദ്ദേഹത്തിൻ്റെ ബഡക്കൂസ്, ബുദ്ധൂസ് എന്നീ പ്രയോഗശൈലികളിലൂടെയും മലയാളികൾ ഒട്ടാകെ ചിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ ഒരുപാട് ദുരന്തങ്ങളിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാകുക. അത് തന്നെ അദ്ദേഹം മലയാളി പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ മലയാളി വായനക്കാർക്കിടയിൽ ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. അത് ഫലിതത്തിലൂടെയായിരുന്നു എന്ന് മാത്രം. ജൂലൈ 5 അദ്ദേഹം വിട പറഞ്ഞ 31 വർഷം തികയുമ്പോഴും ഇന്നും മലയാളികൾ ഓർമ്മിക്കുന്ന ഒരു അനശ്വര എഴുത്തുകാരനായി അദ്ദേഹം നിലനിൽക്കുകയാണ്. മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും എന്നും എപ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെ ജീവിച്ചിരിക്കും എന്നതിന് ഉത്തമ ദൃഷ്ടാന്തം അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ്. നമസ്കാരം.